ഹലോ ഫ്രണ്ട്സ്, ഡേ 3 ആണ്. നമ്മൾ നോർത്ത് ഗോവ ഇറങ്ങാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. തൊട്ടടുത്ത് തന്നെ ഒരു കട. റയാൻ, ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അഗ്വാഡ ഫോർട്ടിലെത്തി. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ബാഗ് വണ്ടിയിൽ വെച്ചല്ലേ. ഇതാണ് നമ്മുടെ അഗ്വാഡ ഫോർട്ടിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിലൂടെ നടന്ന് കയറി മുകളിലോട്ട് നടന്ന് കാണണം. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളുണ്ട്. റീല് കളിക്കാം. അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പൊക്കത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് താഴെ കടൽ കാണാം. നല്ല രസമാണ്. നല്ല നമ്മുടെ നേച്ചറിൻ്റെ ബ്യൂട്ടി കണ്ടറിയാൻ പറ്റും. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. അല്ല, അപ്പുറത്തെ സൈഡും ഉണ്ട്. അഗ്വാഡ ഫോർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഡോൾഫിൻ ബീച്ചിലെത്തി. അപ്പോൾ അവിടെ നമ്മൾ ബോട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോർട്ടിലോട്ട് പോണ വഴിക്ക് ആദ്യം ടിക്കറ്റ് എടുത്ത് അവിടെ പോയി കണ്ടതിന് ശേഷമായിരുന്നു ബോട്ടിങ്. അപ്പോൾ നമ്മൾ പിന്നെ വന്ന് അത് ആൾക്കാരാവുന്നതനുസരിച്ച് എത്ര ആളുണ്ടെന്നനുസരിച്ച് നമ്മളെ ബോട്ടിൽ കയറ്റി അവർ കടലിൽ കൂടി കൊണ്ടുപോകും. നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വെള്ളത്തിനോട് അടുത്തുള്ള ഒരു ബോട്ടിങ്ങിന് പോകുന്നത്. നമ്മൾ പിന്നെ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോൾഫിനുകളെ കണ്ടിട്ടോ. ഞങ്ങൾ കരുതി ഡോൾഫിനൊന്നും കാണത്തില്ലെന്നാണ്. പക്ഷേ ശരിക്കും ഡോൾഫിൻ ഉണ്ടായിരുന്നു. ഡോൾഫിൻ ബീച്ച് എന്ന പേര് കറക്റ്റാണ് എന്താണ്. ഡോൾഫിൻ ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ വേറൊരു ഫോർട്ടിലോട്ട് പോയി. ആ ഫോർട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതും ഇങ്ങനെ നടന്ന് കാണാനുണ്ട്. നല്ല രസമാണ്. അതിന് താഴെ നമുക്ക് ബീച്ചിൽ ഇറങ്ങായിരുന്നു. അതിനുശേഷം നമ്മൾ വൈകുന്നേരത്തോടുകൂടി റൂമിലോട്ട് പോന്നു. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, എല്ലാം തന്നെ കണ്ടു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസമായിരുന്നു നമുക്ക് ട്രെയിൻ. നമ്മളവിടെ റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം വൈകുന്നേരം നമുക്ക് ട്രെയിനായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു കസിൻ വഴിയാണ് നമ്മൾ പോയത്. നമ്മൾ കസിൻ്റെ വീട്ടിലൊക്കെ പോയി അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി നമ്മൾ ട്രെയിനിൽ കയറി പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.